ചോദിക്കും, ഞങ്ങൾ 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളില് 10 ആൺമക്കളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കളുടെ മക്കളിലൂടെ കടന്നു പോകുന്ന ആ ഒരു വ്യക്തിയെയാണ് എൻ്റെ ഗോത്രം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊക്കെ എത്രയോ ഗോത്രങ്ങളും എത്രയോ ഭാഷകളും എത്രയോ മതങ്ങളും സംസ്കാര രീതികളും നമുക്കുണ്ടെങ്കിലും എല്ലാം ഭയവിക്കലരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പേടിപ്പെടുത്തുന്ന ഭയാനകമായ വിധി ദിവസം ഉണ്ടാകും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ദൂതന്മാരെ വിട്ട് 4 ദിക്കുകളിൽ നിന്ന് എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടും. ലോകത്തിന്റെ ആരംഭം മുതൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ലോകാരംഭം മുതൽ പൊടിയിൽ ഉറങ്ങുന്ന സകല മനുഷ്യരെയും അന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ പോലും ബാക്കി വെക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറയുന്നത് സ്വല്പകാലത്തെ ജീവിതത്തിന് ശേഷം ഓരോ പ്രഭാതത്തിലും പ്രത്യക്ഷപ്പെടുന്ന മൂടൽ മഞ്ഞ് പോലെയാണ് മനുഷ്യന്റെ ജീവിതം. അതെപ്പോൾ പ്രത്യക്ഷപ്പെട്ടെന്നോ എപ്പോൾ അത് അപ്രത്യക്ഷമാകുന്നുവെന്നോ പ്രിയപ്പെട്ടവരെ നമുക്കറിഞ്ഞുകൂടാ. ഇതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ശിശുവെന്നോ ബാലനെന്നോ യുവാവെന്നോ യുവതിയെന്നോ അല്ലെങ്കിൽ മധ്യവയസ്കനെന്നോ വാർദ്ധക്യം എത്തിയവനെന്നോ അവിടെ വ്യത്യാസമില്ല. ഏത് സമയത്ത് എപ്പോൾ അവൻ നമ്മളെ വിളിക്കുന്നുവോ, വിട്ടവൻ നമ്മളെ വിളിക്കുന്നുവോ, നമ്മുടെ ശ്വാസം നമ്മുടെ നാസാന്തരങ്ങളിൽ നിന്ന് നിലയ്ക്കുന്നുവോ, അപ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ ജഡമായി തീരുന്നു, മൃതശരീരമായി തീർന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപത്തിൽ മരിച്ചവരായിരുന്നു. നമ്മുടെ പൂർവ്വപിതാവായ ആദവും ഗവ്വായും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് പർദീസ നഷ്ടമായി. അങ്ങനെ പർദീസ നഷ്ടമായപ്പോൾ അവരോട് പിതാവായ ദൈവം ഒരു വാഗ്ദാനം ചെയ്തു, ലോകത്തിലേക്ക് രക്ഷയ്ക്ക് വേണ്ടി സകല മനുഷ്യരുടെയും പാപപരിഹാര അർത്ഥം ഒരു രക്ഷകനെ അയക്കാമെന്ന്. അവൻ AD